ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ്സ്. ബഡ്ജറ്റ്സ് നമ്മൾ മൂന്ന് തരത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം ഫാക്ടർ. ടൈം ഫാക്ടറിൻ്റെ ബേസിൽ ബഡ്ജറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ബേസ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ഫ്ലെക്സിബിലിറ്റി ഫാക്ടർ. ഫ്ലെക്സിബിലിറ്റി ഫാക്ടേഴ്സിൻ്റെ ബേസിൽ. ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ്റെ ബേസിൽ. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് ടൈം ഫാക്ടറിൻ്റെ ബേസിൽ എങ്ങനെയൊക്കെയാണ് ബഡ്ജറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്നാണ്. ഓൺ ദി ബേസിസ് ഓഫ് ടൈം, ബഡ്ജറ്റ്സ് ക്യാൻ ബി ഫോളോയിങ് 3 types. ഫസ്റ്റ് വൺ, ലോങ് ടേം ബഡ്ജറ്റ്, ഷോർട്ട് ടേം ബഡ്ജറ്റ് ആൻഡ് കറണ്ട് ബഡ്ജറ്റ്. ഇങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫിക്കേഷൻ ടൈമിൻ്റെ ബേസിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലോങ് ടേം ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. ദീസ് ബഡ്ജറ്റ്സ് ആർ റിലേറ്റഡ് ടു പ്ലാനിങ് ദി ഓപ്പറേഷൻ ഓഫ് എ ഫേം ഫോർ എ പീരീഡ് ഓഫ് 5 to 10 years. അതായത് ഒരു ഫേമിൻ്റെ ഓപ്പറേഷൻ നമ്മൾ 5 മുതൽ 10 വർഷത്തേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോങ് ടേം ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റ്, ഇതൊക്കെ നമ്മൾ ലോങ് ടേം ബഡ്ജറ്റിന് ഉദാഹരണമാണ്. കാരണം അത് കുറച്ച് ലോങ് ടൈമിലോട്ട് ഉള്ള പ്ലാനിങ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഷോർട്ട് ടേം ബഡ്ജറ്റ്സ് ആണ്. ഷോർട്ട് ടേം ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ബഡ്ജറ്റ്സ് ആർ ഡ്രോൺ യൂഷ്വലി ഫോർ എ പീരീഡ് ഓഫ് 1 or 2 years. അതായത് 1-2 ഇയേഴ്സിലേക്ക് മാത്രമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റ്സിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ക്യാഷ് ബഡ്ജറ്റ്സ്, മെറ്റീരിയൽ ബഡ്ജറ്റ്സ് ഒക്കെ ഷോർട്ട് ടേം ബഡ്ജറ്റ്സിന് എക്സാമ്പിളാണ്. ഇനി അടുത്തത് കറണ്ട് ബഡ്ജറ്റ്സ് ആണ്. കറണ്ട് ബഡ്ജറ്റ് അത് എന്താണ്, ദീസ് ബഡ്ജറ്റ്സ് കവർ എ പീരീഡ് ഓഫ് 1 month or so. ദീസ് ആർ റിലേറ്റഡ് ടു ദ കറണ്ട് കണ്ടീഷൻ. അതായത് ഇപ്പം ഉള്ള ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, കറണ്ട് ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. അത് 1-2 മാസങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറണ്ട് ബഡ്ജറ്റ് കവർ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലെക്സിബിലിറ്റി ഫാക്ടേഴ്സിൻ്റെ ബേസിൽ എങ്ങനെയാണ് എന്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ബഡ്ജറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്നാണ്. അത് 2 തരത്തിലാണ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സും അതേപോലെ ഫിക്സഡ് ബഡ്ജറ്റും. ഓക്കെ, അപ്പോൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. ദ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഈസ് എ ഡൈനാമിക് ബഡ്ജറ്റ്. ഡൈനാമിക് ബഡ്ജറ്റാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഒന്നാണ് എന്ത്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. CIMA ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ്, എ ബഡ്ജറ്റ് ഡിസൈൻ ടു ചേഞ്ച് ഇൻ അക്കോർഡിങ്സ് വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആക്ച്വലി അറ്റൈൻഡ്. നമ്മൾ ഇത് ആക്ച്വലി അറ്റൈൻ ചെയ്യുന്ന ആക്ടിവിറ്റി അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ഇങ്ങനെയുള്ള ബഡ്ജറ്റ്സിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സിൽ നമുക്ക് കോസ്റ്റും അതേപോലെ പ്രോഫിറ്റും ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് കോസ്റ്റ് ആർ അനലൈസ്ഡ് അക്കോർഡിംഗ് ടു ബിഹേവിയർ സച്ച് ആസ് ഫിക്സഡ് ആൻഡ് വാരിയബിൾ. ഇവിടെ എപ്പോഴും നമ്മൾ കോസ്റ്റ് അനലൈസ് ചെയ്യുന്നത് അതിൻ്റെ ബിഹേവിയറിൻ്റെ ബേസിലായിരിക്കും. ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, ഫിക്സഡ് ആണോ വാരിയബിൾ ആണോ എന്നുള്ളതിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് വേരിയബിൾ ഓർ സ്ലൈഡിംഗ് സ്കെയിൽ ബഡ്ജറ്റ് എന്ന്. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിനെ പറയാം. നെക്സ്റ്റ് ബഡ്ജറ്റാണ് ഫിക്സഡ് ബഡ്ജറ്റ്. ഓക്കെ, ഫിക്സഡ് ബഡ്ജറ്റ് ഇസ് എ ബഡ്ജറ്റ് which is designed to remain unchanged irrespective of the level of activity attained. നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ത്, അത് ഫ്ലെക്സിബിൾ അല്ല, എന്താണ്, റിമൈൻ അൺചേഞ്ച്ഡ് ആണ്. അതായത് നമ്മൾ എപ്പോഴും അതിനെന്താണ്, കുറച്ച് കാലത്തേക്ക് യാതൊരു മാറ്റവും വരുത്താതെ നമ്മുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ചേഞ്ചസ് ഒന്നും വരുത്താതെ എന്താണ്, അത് ഫിക്സഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ബഡ്ജറ്റാണ് എന്ത്, ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡസൻ ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഇതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ 1 level ഓഫ് ആക്ടിവിറ്റി ഫോർ എ ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈം. അതായത് ഇതൊരു ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തതാണെങ്കിൽ അത് ഇന്ന പീരീഡ് വരെ അത് തന്നെ ആയിരിക്കും, അതിൽ യാതൊരു ചേഞ്ചസും ഉണ്ടാവില്ല. ദിസ് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഫിക്സഡ് എക്സ്പെൻസസ്. ഇത് കൂടുതലും യൂസബിൾ ആയിട്ടുള്ള രീതിയാണ് ഫിക്സഡ് എക്സ്പെൻസസ് വരുന്ന ആക്ടിവിറ്റീസ്
സ്യൂട്ടായിട്ടുള്ള ഒരു ബജറ്റാണ് എന്ത് ഫിക്സഡ് ബജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റാറ്റിക് ബജറ്റ്. സ്റ്റാറ്റിക് ബജറ്റിന് കൂടിയും എന്ത് പറയുന്നുണ്ട്, ഫിക്സഡ് ബജറ്റിന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാക്ടറിൻ്റെ ബേസിലുള്ള എന്ത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ. ഇനി നിങ്ങൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫിക്സഡ് ബഡ്ജറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡിഫറൻസ് ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുള്ളൂ, ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഫംഗ്ഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ. ഇതും രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്താണ്, ഫങ്ഷണൽ ബജറ്റ്സും അതേപോലെ മാസ്റ്റർ ബജറ്റും. ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഫങ്ഷണൽ ബജറ്റ് ആണ്. ഫങ്ഷണൽ ബജറ്റ് എന്ന് വെച്ചാൽ is a budget are those which are prepared by the head of functional department for their respective departments. ഇപ്പം നമ്മൾ ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അവരുടെ ഫങ്ഷണൽ ഹെഡ് പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റ്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി അവരുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റിനെയാണ് നമ്മൾ ഫങ്ഷണൽ ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫങ്ഷണൽ ബജറ്റ് ഇസ് വൺ വിച്ച് റിലേറ്റഡ് ടു ദ ഫങ്ഷൻസ് ഓഫ് ബിസിനസ് ഫങ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ത് ഫങ്ഷണൽ ബജറ്റ്. ഫങ്ഷണൽ ബജറ്റ്സ് ആർ പ്രിപ്പയർഡ് ബൈ ഈച്ച് ഫങ്ഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഓരോ ഫങ്ഷന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫങ്ഷണൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ സബ്സിഡറി ടു ദ മാസ്റ്റർ ബജറ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന മാസ്റ്റർ ബജറ്റിൻ്റെ സബ്സിഡറിയാണ് എന്ത്, ഫങ്ഷണൽ ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ടുള്ള ഫങ്ഷണൽ ബജറ്റ് എന്താണ്, സെയിൽസ് ബജറ്റ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷനാണ്, അതിന് പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റാണ് സെയിൽസ് ബജറ്റ്. ദെൻ പ്രൊഡക്ഷൻ ബജറ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റ്, മെറ്റീരിയൽ ബജറ്റ്, പർച്ചേസ് ബജറ്റ്, ലേബർ ബജറ്റ്, ക്യാഷ് ബജറ്റ്. ഇതൊക്കെ എന്താണ്, ഫങ്ഷണൽ ബജറ്റ്സിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ ഈ ഫങ്ഷണൽ ബജറ്റ്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് ബജറ്റ് എന്നും അതേപോലെ ഫിനാൻഷ്യൽ ബജറ്റ് എന്നും പറഞ്ഞ് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഓപ്പറേറ്റിംഗ് ബജറ്റ് എന്താണെന്ന് നോക്കാം, ദെൻ ഫിനാൻഷ്യൽ ബജറ്റ് എന്താണെന്നും നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ബജറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് ബജറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തയ്യാറാക്കുന്ന ബജറ്റിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ബജറ്റ്സ് ആർ ദോസ് ബജറ്റ്സ് വിച്ച് റിലേറ്റഡ് ടു ദി ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻ ഓഫ് ദി ഫേമിൻ്റെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിനും അതേപോലെ ഓപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ബജറ്റ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ദീസ് ആർ കൺസേൺഡ് വിത്ത് ദ റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് അറൈസിങ് ഔട്ട് ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് സച്ച് ഫേം. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അറൈസ് ചെയ്യുന്ന റവന്യൂസ്, എക്സ്പെൻസസ്, ഇതിനെയൊക്കെ കൺസേൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ഓപ്പറേറ്റിംഗ് ബജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതെന്തൊക്കെയാണ്, സെയിൽസ്, പർച്ചേസ്, പ്രൊഡക്ഷൻ. ഇപ്പോൾ സെയിൽസിലുണ്ടാവുന്ന റവന്യൂ എക്സ്പെൻസസ്, പർച്ചേസിലുണ്ടാവുന്ന റവന്യൂ എക്സ്പെൻസസ്, പ്രൊഡക്ഷനിലുണ്ടാവുന്ന എക്സ്പെൻസസ്, റവന്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഓപ്പറേറ്റിംഗ് ബജറ്റ്സിൽ എന്ത് ചെയ്യുന്നത്, കൺസേൺ ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ദ പ്രൈമറി ബജറ്റ്. ഇതെന്താണ്, ഒരു പ്രൈമറി ബജറ്റ്സ് ആണ്. ദ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റിംഗ് ബജറ്റ്സ് ആർ സെയിൽസ് ബജറ്റ്സ്, പ്രൊഡക്ഷൻ ബജറ്റ്സ്, പർച്ചേസ് ബജറ്റ്സ്, ലേബർ ബജറ്റ്, പ്രൊഡക്ഷൻ ഓവർഹെഡ് ബജറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ബജറ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ബജറ്റ് ആൻഡ് പ്ലാന്റ് യൂട്ടിലൈസേഷൻ ബജറ്റ്, മാൻ പവർ ബജറ്റ് അഥവാ ലേബർ ബജറ്റ് ആണത്. ദെൻ ഇത്രയും ബജറ്റ്സ് ആണ് ഓപ്പറേറ്റിംഗ് ബജറ്റ്സിൽ മെയിനായിട്ടും ഉള്ളത്. ഓക്കെ, ദസ് ദ ഓപ്പറേറ്റിംഗ് ബജറ്റ്സ് ഡിസ്ക്രൈബ് ദ ഇൻകം ജനറേറ്റിംഗ് ഓപ്പറേഷൻ ഓഫ് ദി ഫേം. ഇതിനെ നമുക്ക് എന്ത് പറയാം, ഇൻകം ജനറേറ്റിംഗ് ഓപ്പറേഷൻ. ഒരു ഫേമിൻ്റെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ബജറ്റാണ് എന്ത്, ഓപ്പറേറ്റിംഗ് ബജറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് ബജറ്റ്സ് ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുക ഇതാണ്, ഓപ്പറേറ്റിംഗ് ബജറ്റാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പം ഫങ്ഷണൽ ബജറ്റിൻ്റെ വൺ ഓഫ് ദി ഫസ്റ്റ് ബജറ്റാണ് എന്ത്, ഓപ്പറേറ്റിംഗ് ബജറ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫിനാൻഷ്യൽ ബജറ്റ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ ബജറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ ബജറ്റ്സ് ആർ ദോസ് വിച്ച് ഇൻകോപ്പറേറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. ഇവിടെ എന്താണ്, ഫിനാൻഷ്യൽ ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത്, ഫിനാൻഷ്യൽ ബജറ്റ് എന്ന് പറയുന്നത്.
They show in detail the inflow and outflow of the cash and the overall financial position. ഇവിടെ കാണുന്നത് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എത്ര ക്യാഷ് വരുന്നു, അതായത് ഇൻഫ്ലോ എത്രയാണ്, ഔട്ട്ഫ്ലോ എത്രയാണെന്നാണ് നോക്കുന്നത്. അതേപോലെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ബജറ്റ്സ് ആർ എന്തൊക്കെയാണ്? ക്യാഷ് ബജറ്റ്സ്, വർക്കിംഗ് ക്യാപിറ്റൽ ബജറ്റ്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബജറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബജറ്റ്, ബജറ്റഡ് ബാലൻസ് ഷീറ്റ്. ഇത്രയും ബജറ്റ്സുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബജറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ബേസിക് ഡാറ്റ ആൻഡ് ദി ഇൻഫോർമേഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ ബജറ്റ്സ് ആർ മെയിൻലി പ്രൊവൈഡഡ് ബൈ ദ ക്യാപിറ്റൽ ബജറ്റ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് ബജറ്റ്സ്. ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബജറ്റുകളാണ്. എന്ത്? ക്യാപിറ്റൽ ബജറ്റിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ ഓപ്പറേറ്റിംഗ് ബജറ്റിൻ്റെ ഡീറ്റെയിൽസിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ടും ഫിനാൻഷ്യൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഡാറ്റാസ് എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ 2 ബജറ്റ്സുകളാണ് എന്തിലുള്ളത്? ഫങ്ഷണൽ ബജറ്റ്സിലുള്ളത്. ഇനി നമ്മൾ പറഞ്ഞത് ഫങ്ഷൻ്റെ ബേസിൽ ഒരു ബഡ്ജറ്റ് കൂടിയുണ്ട്. എന്താണിത്? മാസ്റ്റർ ബജറ്റാണ്. ഓക്കെ, മാസ്റ്റർ ബജറ്റ്. ഇനി മാസ്റ്റർ ബജറ്റ് എന്താ നോക്കാം. The managers of the various departments prepare their budgets. Functional budget. അതിനെ നമ്മൾ ഫങ്ഷണൽ ബജറ്റ് എന്ന് പറയും. ഓക്കെ, ആൻഡ് സബ്മിറ്റ് ദം ടു ദ ബജറ്റ് കമ്മിറ്റി. അത് നമ്മൾ ഒരു ഓർഗനൈസേഷനിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള മാനേജേഴ്സ് നമുക്ക് അവരുടെ ഫങ്ഷൻസ് അനുസരിച്ചുള്ള ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യും. അതെന്ത് ചെയ്യും? അത് ബജറ്റ് കമ്മിറ്റീനെ എന്ത് ചെയ്യും? ബജറ്റ് കമ്മിറ്റിയിൽ അതെന്ത് ചെയ്യും? സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the committee will make necessary adjustments, incorporate all the functional budget. അതിലെന്ത് ചെയ്യും? ഈ കമ്മിറ്റീസ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് പ്രിപ്പയർ എ മാസ്റ്റർ ബഡ്ജറ്റ്. അതിനുശേഷം അവരെന്ത് ചെയ്യും? ഒരു മാസ്റ്റർ ബജറ്റ് പ്രിപ്പയർ ചെയ്യും. അതായത് മാനേജേഴ്സ് സബ്മിറ്റ് ചെയ്യുന്ന ഫങ്ഷണൽ ബജറ്റ് അവരതിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? ഒരു മാസ്റ്റർ ബജറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഈ മാസ്റ്റർ ബജറ്റ് ഇസ് ദ സമ്മറി ഓഫ് ദി ഫങ്ഷണൽ ബജറ്റ്. ഫങ്ഷണൽ ബജറ്റിൻ്റെ സമ്മറിയാണ്. അത്രയും ഡീറ്റെയിൽ ആയിരിക്കില്ല, അതിൻ്റെ സമ്മറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മാസ്റ്റർ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് സമ്മറീസ് സെയിൽസ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, ലേബർ, ഫിനാൻസ് ആൻഡ് പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് ബജറ്റ്. ഇതിൻ്റെ ഒക്കെ സെയിൽസ് ബജറ്റിൻ്റെയും പ്രൊഡക്ഷൻ ബജറ്റിൻ്റെയും പർച്ചേസ് ബജറ്റിൻ്റെയും ഫിനാൻഷ്യൽ ബജറ്റിൻ്റെയും ഒക്കെ ഒരു സമ്മറിയാണ് എന്ത്? മാസ്റ്റർ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ്റ്റർ ബജറ്റിനെ നമുക്ക് എന്ത് പറയാം? ഓവറോൾ ബജറ്റ് എന്ന് ചുരുക്കി പറയാൻ പറ്റും. ഓക്കെ, ഓവറോൾ ബജറ്റ്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ബജറ്റാണ്. അപ്പം നമ്മൾ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ടൈമിൻ്റെ ഫാക്ടേഴ്സിൻ്റെ ബേസിൽ, ദെൻ ഫ്ലെക്സിബിലിറ്റീൻ്റെ ബേസിൽ, ദെൻ ഫങ്ഷൻ്റെ ബേസിൽ. ഓക്കെ, ഇങ്ങനെ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ടൈം ഫാക്ടേഴ്സിൻ്റെ ബേസിലാണെങ്കിൽ ലോങ് ടേം ബജറ്റ്, ഷോർട്ട് ടേം ബജറ്റ്, കറണ്ട് ബജറ്റ് ആൻഡ് കറണ്ട് ബജറ്റ്, ഇങ്ങനെ 3 എണ്ണം. ദെൻ ഫ്ലെക്സിബിലിറ്റീൻ്റെ ബേസിലാണെങ്കിൽ ഫ്ലെക്സിബിൾ ബജറ്റ് ആൻഡ് ഫിക്സഡ് ബജറ്റ്. ഫങ്ഷൻ്റെ ബേസിലാണെങ്കിൽ ഫങ്ഷണൽ ബജറ്റും മാസ്റ്റർ ബജറ്റും. അതിൽ ഫങ്ഷണൽ ബജറ്റ് തന്നെ ഓപ്പറേറ്റിംഗ് ബജറ്റും അതേപോലെ ഫിനാൻസിങ് ബജറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബജറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ. നിങ്ങൾക്ക് തിയറി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എല്ലാവരും പഠിക്കാം. ഓക്കെ, താങ്ക് യു.